ഞാനിപ്പോൾ നല്ലൊരു ദോശയ്ക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ചമ്മന്തി അരച്ചെടുക്കുന്നതല്ല, തേങ്ങാക്കൊത്ത് ഇങ്ങനെ ചെറുതായിട്ട് മിക്സിയിൽ വെച്ച് അരച്ചിട്ട് ഇങ്ങനെ ചമ്മന്തി തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കതിലേക്ക് പോവാം. ഫസ്റ്റ് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ദോശയുണ്ടാക്കാം. ഞാനിപ്പോൾ മുട്ട ഓംലേറ്റ് ഇങ്ങനെ വെച്ചിട്ടാണ്. ഇതിൽ ഒരുപാട് സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി ചേർത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്തുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്, ചെറിയ ഉള്ളി കുറച്ച് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത്രയാണ്. നമുക്കിനി കടുക് വറുത്തെടുക്കാം. കടുക് വറുക്കുമ്പോണ്ടല്ലോ കുറച്ച് എണ്ണ നന്നായിട്ട് വേണം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വേണം, കറിവേപ്പില, വറ്റൽ മുളക് ഇതൊക്കെ വേണം കേട്ടോ. നമുക്ക് കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കോമനാളെ കണ്ടു ഞാൻ കോങ്കിനാളിൽ. കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഓംലേറ്റ് എടുത്ത് വെക്കാം. ചെറിയ ഉള്ളി കുറച്ച് നന്നായിട്ട് വേണമെങ്കിൽ ആ ടേസ്റ്റ്, ചെറിയ ഉള്ളിയുടെ ടേസ്റ്റാണ് മെയിനായിട്ട് നിൽക്കേണ്ടത്. മനസ്സിലായില്ല? അപ്പം നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് നന്നായിട്ട് വേണം. പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് ഈ വറ്റൽ മുളകും കടുകും ഒക്കെ ഒന്ന് സെറ്റായി നോക്കും. ചേർത്ത് വെക്കാം. മുമ്പായിട്ട് നമുക്ക് ദോശക്കല്ലിൽ ഒരല്പം എണ്ണ ദോശക്കല്ല് നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടില്ല ഇതുവരെ. ദോശക്കല്ലിൽ നമുക്കൊരു ചെറിയ ദോശ ഉണ്ടാക്കാം. ചുമ്മാതല്ല, ഗ്യാസ് കുറച്ച് വെച്ചിരിക്കുവായിരുന്നു. അപ്പോൾ സംഭവം അതുകൊണ്ടാണ് പൊട്ടാതിരുന്നത്. ഞാൻ ഓർത്തില്ല. അപ്പോൾ ചൂട് വന്ന് തുടങ്ങിയപ്പം പൊട്ടാനുള്ള ആരംഭം ഉണ്ട്. അപ്പം നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും ചേർക്കാം. ഉപ്പ് ചേർക്കേണ്ട കാര്യം എല്ലാ ഉപ്പും ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആവണേ. ദോശ
ഫ്രൈ ആവണം ഉള്ളി. എന്നിട്ട് വേണം ഈ തോരൻ്റെ സംഭവം ചേർത്ത് കൊടുക്കാൻ. ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ സംഭവം. നന്നായിട്ട് അരഞ്ഞു പോകരുത്. നമ്മൾ ഈ തോരത്തിനൊക്കെ അരയ്ക്കുന്നത് പോലെ കുറച്ചൊന്നും. ചിലവർ അതിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കും, ജീരകം ചേർക്കും. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇത് ഇളകാനൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ദോശക്കല്ല് വാങ്ങി. അപ്പോൾ അതൊന്നും അതിൽ ദോശ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ചൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ആരംഭമാവുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിനെ ഒന്ന് പഴകി വരണം. പഴകി വന്നാലേ അത് സെറ്റാവുള്ളൂ. അപ്പം നമുക്കിത് ചേർത്ത് ഇതിന് കുറച്ച് ഫ്രൈ ആയിട്ട് വരണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി, തേങ്ങാപ്പാലുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ പാലൊക്കെ ഒന്ന് നന്നായിട്ട് തോർന്ന് സെറ്റായി വരണം. മെയിനായിട്ട് തിളകാത്ത കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നമ്മൾ ഏത് എണ്ണയാണ് ചേർത്ത് ശീലിപ്പിക്കുന്നോ ആ എണ്ണ മതിയാവുന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഇത് തന്നെ ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ പാകപ്പെട്ട് വന്നു കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇത് മതിയാവും. ഞാൻ ഒരാളെ നൈസായിട്ട് ഉണ്ടാക്കുന്നത്. എന്താവുമെന്നറിയാം. എല്ലാം നമ്മൾ ട്രൈ ചെയ്യാം. വെരി നൈസായിട്ട്. അപ്പം ജസ്റ്റ് എന്താകുന്നുണ്ട്. ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ വറുത്ത് എടുക്കാനായിട്ട് കരിഞ്ഞു പോകും. കുറച്ചുകൂടെ വാറുന്നതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഉപ്പ് അറിയാൻ പറ്റും. കാരണം നന്നായിട്ട് തോന്ന് വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് വാറുന്നതിന് ശേഷം നോക്കിയാൽ മതി. ഇനി 4 സൈഡിൽ എണ്ണ കിട്ടും. ഞാൻ രക്ഷപ്പെട്ടു. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ദോശ, പൂരി ഇതെല്ലാം നല്ല ഫ്രൈ ആയിട്ടിരിക്കണം. പപ്പടം പൊടിയുമ്പോൾ പൊടിഞ്ഞു കയറുന്നത് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ നമ്മൾ ഈ മസാല ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കാനാണ് എനിക്ക് നല്ല ഇഷ്ടം.
മണമൊക്കെ മൂക്കിൽ ഇങ്ങനെ കയറിയിട്ട് തുമ്മാനും വരുന്നുണ്ട്. ജസ്റ്റ് സെറ്റായി വരുമ്പോൾ ഓക്കെയാവും. നമ്മൾ ചെയ്ത് വരുമ്പോൾ ഓക്കെയാവും. ഓക്കെ, നമുക്കിനി ഇത് ഉപ്പ് നോക്കാം. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്, എല്ലാം മണമൊക്കെ വരുന്നുണ്ട്. ഉപ്പ് നോക്കാം എങ്ങനെയുണ്ട്. ഒക്കെ ഉണ്ട്, കറക്റ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒരല്പം കൂടെ കൂട്ടിയെടുക്കാൻ ഉണ്ടാക്കുക കഴിക്കുക അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അല്പം കൂടെ ഒന്ന് ഇഞ്ചു കൂടെ ആയാൽ ഇത് ഓഫ് ചെയ്യാം. അത് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുക കഴിക്കുക അതിലേക്ക് പോകാം. ഫ്രൈ ആയിട്ടുള്ള ദോശ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ഏവരും നോക്കി നിൽക്കി ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ ദോശ. എന്നൊക്കെ ഒരുപാട് വട്ടം ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് കഴിക്കുമ്പോൾ തന്നെ അതിന് ടേസ്റ്റ് അറിയാമല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഈ ദോശ ഇങ്ങനെ വയ്ക്കുക, ഇതിലൊരു സൈഡിലേക്ക് കുറച്ച് ചമ്മന്തി എടുത്ത് വെക്കുക, എന്നിട്ട് ദോശ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കി പിടിക്കുക. അപ്പുറത്തേക്കൊന്നുമില്ല. അടിപൊളി, ഒന്നും പറയാനില്ല. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ചമ്മന്തി വെച്ചിട്ടുണ്ട്. പൊളി. മുട്ട ഓംലേറ്റ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കഴിച്ചോ. ഇതിലും ചമ്മന്തി വെച്ചിട്ടുണ്ട്. മോനെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ടെല്ലാം കാണാൻ പോകുന്നേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്നെ സ്നേഹിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതിന് ടാറ്റാ ബൈ ബൈ. ഓക്കെ.